ഡിയർ ചിൽഡ്രൻ, ഇന്നത്തെ ക്ലാസ് NCERT സിലബസ് സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ലെസനായ ഷേപ്പിംഗ് ഓഫ് ദ എർത്ത് സർഫേസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായ വിൻഡ് ആൻഡ് ഡ്യൂൺസ്. ഫസ്റ്റ് അബൌട്ട് വിൻഡ്. ശക്തമായ കാറ്റ് മണലിൻ്റെയും മണ്ണിൻ്റെയും ലൂസ് പാർട്ടിക്കിൾസിനെ ഉയർത്തിക്കൊണ്ടുപോയി ഭൂമിയുടെ ഉപരിതലത്തെ ക്രമേണ രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് വിൻഡ് ഇറോഷൻ അഥവാ കാറ്റിൻ്റെ അപക്ഷയം. ഈ പ്രക്രിയയുടെ ഫലമായി നിരവധി പ്രത്യേക ഭൂരൂപങ്ങൾ അഥവാ ലാൻഡ് ഫോംസ് രൂപപ്പെടുന്നു. അവയിൽ ഒന്നാണ് യാർഡാങ്സ്. എന്താണ് യാർഡാങ്സ്? മരുഭൂമിയിൽ ഒരേ ദിശയിലുള്ള ശക്തമായ കാറ്റ് വീശി മണൽ അടിച്ച് പാറകൾ ദ്രവിച്ചുണ്ടാകുന്ന നീളമുള്ള പാറ വരമ്പുകൾ അഥവാ പാറ നിരകൾ ആണ് യാർഡങ്സ്. Streamlined rock ridges curved by wind. Next about wind facts. കാറ്റിനാൽ നയിക്കപ്പെടുന്ന മണൽ പോളിഷ് ചെയ്തതോ ഷേപ്പാക്കിയോ ആയ പാറകളെയാണ് വെൻഡ് ഫാക്ട് എന്ന് പറയുന്നത്. റോക്സ് പോളിഷ്ഡ് ആൻഡ് ഷേപ്ഡ് ബൈ സാൻഡ് ബ്ലാസ്റ്റിംഗ്. എന്താണ് സാൻഡ് ബ്ലാസ്റ്റിംഗ്? ശക്തിയേറിയ മണൽ പ്രവാഹമാണത്. മൂന്നാമതായി ഡിഫ്ലേഷൻ ഹോളോസ് അഥവാ ബ്ലോ ഔട്ടുകൾ. അയഞ്ഞ മണ്ണും മണലും നീങ്ങിയതിനെ തുടർന്ന് രൂപപ്പെടുന്ന ആഴം കുറഞ്ഞ കുഴികൾ, അതായത് ഷേലോ ഡിപ്രഷൻസ്, അതിനെയാണ് ഡിഫ്ലേഷൻ ഹോളോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അബൌട്ട് ഡെസേർട്ട് പേയ്മെൻറ്റ്സ്. ഫ്ലാറ്റ് സർഫേസ് ലെഫ്റ്റ് ബിഹൈൻഡ് ആഫ്റ്റർ ഫൈൻ പാർട്ടിക്കിൾസ് ആർ ബ്ലോൺ എവേ. സൂക്ഷ്മകണങ്ങൾ പറന്നു പോയ ശേഷം അവശേഷിക്കുന്ന പരന്ന കല്ല് നിറഞ്ഞ ഉപരിതലം എന്നിവ ഉൾപ്പെടുന്നു. ഈ ഭൂരൂപങ്ങൾ വരണ്ട പ്രദേശങ്ങളെ, അതായത് അരിഡ് റീജിയനിലെ മനുഷ്യവാസ രീതികളെയും, അതായത് സെറ്റിൽമെൻറ്റ് പാറ്റേൺസിനെയും കൃഷിയെയും സ്വാധീനിക്കുന്നു. കൂടാതെ വെൻഡ് ഫാക്റ്റുകളും യാർഡങ്ങുകളും ടൂറിസ്റ്റുകളെയും ജിയോളജിസ്റ്റുകളെയും ആകർഷിക്കുന്നു. നെക്സ്റ്റ് അബൌട്ട് ഡ്യൂൺസ്. ഡ്യൂൺസ് എന്ന് പറഞ്ഞാൽ മണൽക്കുന്നുകൾ. മരുഭൂമികളിലും മണൽ നിറഞ്ഞ തീരപ്രദേശങ്ങളിലും കാറ്റ് നിക്ഷേപിക്കുന്ന, അതായത് മണലാൽ ഓർ സാൻഡിനാൽ രൂപപ്പെടുന്ന കുന്നുകളെയോ നീണ്ട മണൽനിരകളെയോ ആണ് സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത്. ബർഗാൻ ഡ്യൂൺസ്, ലോഞ്ചിറ്റ്യൂഡനൽ ഡ്യൂൺസ്, സ്റ്റാർ ഡ്യൂൺ, പാരാബോളിക് ഡ്യൂൺസ് എന്നിവ ഉൾപ്പെടെ നിരവധി തരത്തിലുള്ള സാൻഡ് ഡ്യൂൺസ് ഉണ്ട്. ഫസ്റ്റ് അബൌട്ട് ബാർഗാൻ ഡ്യൂണുകൾ. അർദ്ധചന്ദ്രാകൃതിയിൽ ഉള്ളവയാണിവ. മണൽ കുറവുള്ളതും കാറ്റ് ഒരേ ദിശയിൽ മാത്രം വീശുന്നതുമായ പ്രദേശങ്ങളിലാണ് ഇവ രൂപപ്പെടുന്നത്. സെക്കൻഡ് വൺ, ലോഞ്ചിറ്റ്യൂഡനൽ ഡ്യൂണുകൾ. പ്രധാന കാറ്റിൻ്റെ ദിശയ്ക്ക് സമാന്തരമായി, അതായത് പാരലായി രൂപപ്പെടുന്ന നീണ്ട മണൽനിരകളാണ്. തേർഡ് വൺ, സ്റ്റാർ ഡ്യൂണുകൾ. നിരവധി ശാഖകളുണ്ടാവും ഇവയ്ക്ക്, അതായത് മൾട്ടിപ്പിൾ ആംസ്. അതുപോലെ തന്നെ വിവിധ ദിശകളിൽ നിന്ന് കാറ്റ് വീശുന്ന പ്രദേശങ്ങളിലാണ് ഇവ രൂപപ്പെടുന്നത്. ലാസ്റ്റ് വൺ, പാരാബോളിക് ഡ്യൂണുകൾ. യു ആകൃതിയുള്ള മണൽക്കുന്നുകളാണ്. ഇവ സാധാരണയായി സസ്യങ്ങൾ കാരണം സ്ഥിരത, അതായത് സ്റ്റെബിലിറ്റി ഉള്ളതായിരിക്കും. സസ്യങ്ങളുടെ വേരുകൾ മണലിനെ ഉറപ്പിച്ചു നിർത്തുകയും കാറ്റൊഴുക്കിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഡ്യൂൺസ് ഡെസേർട്ടിഫിക്കേഷനെയും, അതായത് മരുഭൂമി ആയി മാറുന്ന പ്രക്രിയയെയും വിൻഡ് ഇറോഷനെയും തടയുന്ന നേച്ചുറൽ ബാരിയേഴ്സ്, അതായത് പ്രകൃതിദത്ത പ്രതിരോധ ഭിത്തികളായി പ്രവർത്തിക്കുന്നു. കൂടാതെ ടൂറിസത്തിനും അഡ്വഞ്ചർ സ്പോർട്സിനും, അതായത് സാഹസിക കായിക പ്രവർത്തനങ്ങൾക്കും അനുയോജ്യമായ പ്രദേശങ്ങളായും പ്രവർത്തിക്കുന്നു. ചില കോസ്റ്റൽ റീജിയണൽ, അതായത് തീരപ്രദേശങ്ങളിൽ ശക്തമായ കടൽക്കാറ്റിൽ നിന്നും തിരമാലകളിൽ നിന്നും മനുഷ്യവാസ കേന്ദ്രങ്ങളെ, അതായത് സെറ്റിൽമെൻറ്റിനെ സംരക്ഷിക്കുന്നു. കൂടാതെ മണൽ കുന്നുകളിൽ നിന്നുള്ള മണൽ ചിലപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട്. Dear children, this is about today's class. If you like my class, please subscribe and share. Thank you.